ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ 8th ക്വസ്റ്റ്യൻ ആണ് ഞാൻ കുഞ്ഞായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ബോർഡ് സ്ഥലമില്ലല്ലോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 8 പേജ് 11 ആണ്. An object starts with a speed of u meter per second and travels along a straight line. u meter സ്പീഡ് എത്രയാണ്? സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ u എന്നാണ്. ആൻഡ് ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് a meter per second, സ്പീഡ് കൂടിക്കൂടി വരും a meter per second. ഒരു മീറ്റർ പെർ സെക്കൻഡിൽ a ആണ് സ്പീഡ് കൂടുന്നത് every second, and the speed at time t second is u plus at. അന്നേരം ടൈം ടിയിലുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ u plus at ആണ്. സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 സെക്കൻഡിലുള്ളത് 13 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് ആൻഡ് വാട്ട് വാസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ്? ഇത് നിങ്ങളുടെ ഫിസിക്സാണ്, ഫിസിക്സിലെ പ്രോബ്ലമാണ്. അത് സിമ്പിളായിട്ട് നമ്മൾ കാണാൻ പോവാം. ഓക്കെ, നമുക്കിവിടെ ഫോർമുല തന്നിട്ടുണ്ട്. സ്പീഡ് കാണുന്ന ഫോർമുലയാണ് എന്താണ്? u പ്ലസ് എ ടി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പീഡിന്റെ ഫോർമുലയാണ് സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? u പ്ലസ് എ ടി. ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഇനി അവർ പറഞ്ഞിരിക്കുന്നതിനാണ് സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡിലുള്ള സ്പീഡ് എത്രയാണ്? 5 ആണ്. സ്പീഡ് നമ്മൾ ഫോർമുല ഉണ്ട്, സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് സ്പീഡ് ആണ്, സ്റ്റാർട്ട്സ് വിത്ത് സ്പീഡ് ആണ് യു. കണ്ടോ, അപ്പം നമ്മുടെ ഫോർമുല സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഒരു സെക്കൻഡിലുള്ള സ്പീഡ് 5 ആണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുലയ്ക്കകത്തോട്ട് കൊടുക്കുവാണ്. സ്പീഡിന്റെ സ്ഥാനത്ത് നമ്മൾ എന്നാ എഴുതും? 5 ഇസ് ഈക്വൽ ടു യു തന്നിട്ടുണ്ടോ? ഇല്ല. യു എന്ന് പറഞ്ഞാൽ എന്നാണ്? സ്റ്റാർട്ട് ചെയ്ത സ്പീഡാണ്. യു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത സ്പീഡ്. ഒരു സെക്കൻഡിന് ശേഷമുള്ള സ്പീഡാണ് 5 പ്ലസ് എ തന്നിട്ടുണ്ടോ? എ ഇല്ല. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടില്ല, നിങ്ങൾ ഓർക്കുന്നുള്ളത് എനിക്കറിയില്ല. ഈ ടൈം തന്നിട്ടുണ്ട്, ടി എത്രയാണ്? 1 സെക്കൻഡ് തന്നിട്ടില്ലേ? അപ്പം എ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിതൊന്ന് മാറ്റി എഴുതിയാലോ? 5 ഇസ് ഈക്വൽ ടു മാറ്റി 5 ഇസ് ഈക്വൽ ടു യു പ്ലസ് എ. എ ഇൻറ്റു 1 എത്രയാ? എ തന്നെ. ഞാനത് തിരിച്ചെഴുതാം, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ്. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. കണ്ടോ, നമ്മൾ ഒരുമിച്ച് അങ്ങ് മാറ്റി. യു പ്ലസ് എ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്ന് 5 അപ്പുറത്തോട്ടും കൊണ്ടുപോയപ്പോൾ സൈൻ ഒരാളെ മാത്രം കേട്ടോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കൊണ്ടുപോകുമ്പോഴത്തേക്ക് സൈൻ വ്യത്യാസമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്ലസ് മൈനസ് ഒക്കെ ആകുന്ന. ഇത് നമ്മൾ ഒരുമിച്ച് അങ്ങ് അല്ലേ, യു മെയ് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് 5 അങ്ങോട്ട് മാറ്റി, നമ്മൾ സൈൻ ഒന്നും മാറ്റണ്ട. ഇനി സെക്കൻഡ് കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി 5 സെക്കൻഡിൽ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 13. അപ്പം 13 ഇസ് ഈക്വൽ ടു സ്പീഡിന്റെ സ്ഥാനത്ത് 13 എഴുതി. യു അപ്പോഴും അറിയില്ല, യു പ്ലസ് എ അറിയില്ല. ടൈം മാറിയിട്ടുണ്ട്, എത്രയാണ്? 5. അതായത് 13 ഇസ് ഈക്വൽ ടു യു പ്ലസ് 5 ഇൻറ്റു എ 5. ഇത് സെക്കൻഡ് ഇക്വേഷൻ. മുമ്പത്തെ പോലെ തിരിച്ചൊന്ന് എഴുതുവാണ്. യു പ്ലസ് 5 ഇസ് ഈക്വൽ ടു 13. രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് മനസ്സിലായില്ലേ മക്കളെ? ഞാൻ ഒന്നുകൂടെ പറയണം. അതായത് നമുക്ക് അവർ ഫോർമുല തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ടി. സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് ആണെങ്കിൽ സ്പീഡ് 5 ആണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുലക്കകത്തോട്ട് കണ്ടോ, സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടിക്കകത്ത് സ്പീഡിന്റെ സ്ഥാനത്ത് 5 ഒരു 5 പറഞ്ഞു, 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് യു അറിയില്ല, യു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള സ്പീഡാണ്. പ്ലസ് എയും അറിയില്ല, ടൈമിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. ദാറ്റ് ഈസ് 5 ഇസ് ഈക്വൽ ടു യു പ്ലസ് എ. എ ഇൻറ്റു 1 എ ആണല്ലോ, അത് നമ്മളൊന്ന് തിരിച്ചെഴുതി. അതേപോലെ ഒരു പറഞ്ഞിട്ടുണ്ട്, ടൈം 5 ആയപ്പോൾ സ്പീഡ് 13 ആണ്. അപ്പോൾ സ്പീഡിന്റെ സ്ഥാനത്ത് 13 എഴുതി. ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 5 ടൈം. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 13 ഇസ് ഈക്വൽ ടു യു പ്ലസ് 5 എന്ന് കിട്ടി. അതും ഞാനത് തിരിച്ചെഴുതി. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയേ. ഇതങ്ങ് മാറ്റുവാണേ. ഓക്കെ, 2 ഇക്വേഷൻ കിട്ടി. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 എന്നും യു പ്ലസ് 5 ഇസ് ഈക്വൽ ടു 13. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൽ ആരെയും ഒരാളെ എന്ത് ചെയ്യണം? നമ്മൾ ക്യാൻസൽ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഇപ്പൊ രണ്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ യു പ്ലസ് എ ഇതോടെ ആഡ് ചെയ്താൽ
2u എന്ന് കിട്ടും. നമുക്കത് അപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് ഈ വരുന്ന ഇക്വേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ഒരാളെ ക്യാൻസൽ ചെയ്യണം. ഇവിടെ ആരെങ്കിലും ഒരാൾ ഒരുപോലെ ഉണ്ടല്ലോ, യു ഉണ്ട്, 1u ആണ്, ഇതും 1u ആണ് അല്ലേ മക്കളെ, മനസ്സിലായില്ലേ? 1u ആണ്. അപ്പൊ ഇവരെ പക്ഷെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവരെന്തായിരിക്കണം? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരാളെ എന്താക്കാൻ പോവാ? ഓപ്പോസിറ്റ് സൈൻ ആക്കാൻ പോവാം. ഓപ്പോസിറ്റ് സൈൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് പ്ലസ്സാ അല്ലേ, ഇത് രണ്ടും പ്ലസ്സാ. അപ്പൊ ഇവരുടെ സൈൻ മാറ്റി ആദ്യത്തെയോ രണ്ടാമത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യാം കേട്ടോ. അപ്പൊ സൈൻ മാറ്റണമെങ്കിൽ ഇവരെ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ പ്ലസ് ആണെങ്കിൽ അതിന്റെ സൈൻ മൈനസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവര് മൈനസ് കൊണ്ടെങ്കിൽ എന്ത് ചെയ്താൽ പോരെ? പ്ലസും മൈനസും കൂടെ ആകുമ്പോൾ മൈനസ് സൈൻ വരുമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? സൈൻ ഓപ്പോസിറ്റ് ആക്കണം. അതിനകത്ത് മൈനസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൽ ആരെങ്കിലും ഒരാളെ ചെയ്യണം? ആദ്യം കിടക്കുന്ന ആളെ. ഓക്കെ, ഇവരെ മൊത്തം എന്ത് ചെയ്യാൻ പോവാ? ഞാൻ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ വേറെ പ്രോബ്ലത്തിൽ പറഞ്ഞു, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇവരുടെ സൈനുകൾ അങ്ങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇത് പ്ലസ് യു ആയിരുന്നു, അത് മൈനസ് യു ആയി. ഇത് പ്ലസ് എ ആയിരുന്നു അല്ലെ, പ്ലസ് അല്ലേ, അപ്പൊ അതെന്താകും? മൈനസ് എ ആകും. ഇത് +5 ആയിരുന്നു, അത് -5 ആയി. ഇവരെ മാറ്റണോ? ഇവരെ കൂടെ മൈനസ് ആക്കണോ? ഇവരെ കൂടെ മൈനസ് ആക്കിയാൽ പിന്നെ ഇവര് മൈനസ് തന്നെയാകും. രണ്ടും ഒരു സെയിം സൈൻ ആകും അല്ലെ. ഒരാളെ മാത്രം മാറ്റിയാൽ മതി കേട്ടോ. അപ്പൊ എന്നാ എഴുതും? എന്നാ എഴുതണം? താഴത്തെ അതുപോലെ തന്നെ u+5a = 30. നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതും. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് 1u, ഇത് 1u. അപ്പൊ അവർ നമ്മൾ എന്തായി പാനി? ക്യാൻസൽ ആയി. ഇനി ഇവരെ ചെയ്യാം. +5aയും -aയും, ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്നാ ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്യും നിങ്ങൾ അല്ലേ. ഒരു പ്ലസും ഒരു മൈനസും കൂടെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് 5ൽ 1 പോകുക എത്രയാണ്? 4. വലിയ ആളുടെ സൈൻ കൊടുക്കണം, വലുത് പ്ലസ് അല്ലേ. അപ്പം 4 ഇവിടെ പ്ലസും മൈനസും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 13 - 5 എത്രയാണ്? 8 അല്ലേ, 20. ഓക്കെ, അപ്പം വലുതിന്റെ 13 പ്ലസ് ആയിട്ട് കൊടുത്തു. 4a = 8. എ ഒറ്റയ്ക്ക് ആക്കിക്കേ. a = 8. എന്ത് ചെയ്യണം? 4നെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ 4a ആണ്. 4a എന്ന് പറഞ്ഞാൽ 4 × a. അപ്പൊ അപ്പുറത്ത് വരുമ്പോ എന്നാ ചെയ്യണം? ഡിവിഷൻ. അപ്പൊ എത്രയാണ്? 2. അപ്പം എയുടെ ആൻസർ കിട്ടി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി a = 2 നമുക്ക് കിട്ടി. ഓക്കെ, 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇനി അടുത്ത വാല്യൂ എന്താ കണ്ടുപിടിക്കേണ്ടത്? u കിട്ടി, a കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനകത്ത് എയും ഉണ്ട് യു ഉണ്ട്. അപ്പം യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിനകത്തോട്ട് എയുടെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. a = 2. ഇഷ്ടമുള്ള ഇക്വേഷൻ ഇതോ ഇപ്പൊ നമ്മൾ മാറ്റി എഴുതിയില്ലേ, അതായാലും മതി. ഞാൻ ഇപ്പൊ ഇതിനകത്തോട്ട് കൊടുക്കാൻ പോവാണ്. എയുടെ സ്ഥാനത്ത് എന്നാ കൊടുക്കും? 2 കൊടുക്കും. കൊടുത്തേ u+ എയുടെ സ്ഥാനത്ത് എന്നാ കൊടുക്കും? 2 = 5. ഇനി യു ഒറ്റയ്ക്കാക്കാൻ പോവാ. u = 2നെ ഇപ്പുറത്ത് കൊണ്ടുപോവുക. ആദ്യം ആരെഴുതണം? 5 എഴുതണം. അവിടെ കിടക്കുന്ന ആളെ ആദ്യം എഴുതണം. ഇവിടെ +2 ആയിരുന്നു, അപ്പുറത്തോട്ട് പോട്ടെ. -2. ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്ത് ചെയ്യും? കേട്ടോ, 5 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പൊ യുവിന്റെ വിലയും കിട്ടി 3, എയുടെ വിലയും കിട്ടി 2. അപ്പൊ നമ്മളോട് ചോദിച്ചാണ്, വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്? വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? ഏതാ സ്റ്റാർട്ടിംഗ് സ്പീഡ്? യു ആണോ എ ആണോ സ്റ്റാർട്ടിംഗ് സ്പീഡ്? അതൊക്കെ ആൻ ഒബ്ജക്ട് സ്റ്റാർട്ട്സ് വിത്ത് ദ സ്പീഡ് ഓഫ് u m/s. തിരിഞ്ഞു പോകുമല്ലോ, നമ്മൾ എടുത്തെഴുതണം. അതിനൊക്കെ മാർക്കുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? u ആണ്. ദാറ്റ് ഈസ് 3 m/s. യൂണിറ്റ് സഹിതം എഴുതണം. ഓക്കെ, അടുത്ത തന്നെയാണ് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡാണ്. റേറ്റ് ഓഫ്, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കാരണം നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് = എത്രയാണ്? 2 m/s. ഇതുണ്ട്, സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് a m/s എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 2 m/s. കേട്ടോ, ഇത് എടുത്തിടണം. ഈ ആൻസറിന്റെ തിരിഞ്ഞു പോകരുത് കേട്ടോ. കറക്റ്റായിട്ടത് ഏതാണ് യു ഏതാണ് എ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത്ര സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഫോർമുല ഉണ്ടാക്കി എടുക്കണം.
അല്ലേ? ഇതിനകത്ത് ഈ ഇക്വേഷൻ ഉണ്ടാക്കി ഫോർമുല അല്ല ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ വീഡിയോ 2 പ്രാവശ്യം കാണത്തില്ലേ? എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? തന്നെ ചെയ്ത് നോക്കും. തെറ്റട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞത് തെറ്റട്ടെ. നിങ്ങൾ പഠിക്കും മക്കളെ. പിന്നെ ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്കും ഓക്കെ. അപ്പം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയുണ്ട്, എളുപ്പമായോ എന്നൊക്കെ അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തില്ലേ മക്കളെ? ഓക്കെ മക്കളെ, താങ്ക് യു.